ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായിട്ടുള്ളൂ. ഈ 1 മാസത്തിൽ തന്നെ എനിക്ക് 1695 രൂപയാണ് ലഭിച്ചത്. എൻ്റെ ഫോണിലും എൻ്റെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് എൻ്റെ വീട്ടുകാരുടെ ഫോണിലും ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്താൽ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇതാണ് എൻ്റെ പേ ഔട്ട് പ്രൂഫ്. ആദ്യം യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. നമ്മുടെ ചാനലിന്റെ പേര് ഒന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാലും മനസ്സിലാകും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഷാബാസ് ഖാൻ AR എന്ന് ഞാൻ സെർച്ച് ചെയ്തു. എന്നിട്ട് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു താഴെ. അപ്പോൾ ഇതേപോലെ വരും. നമ്മുടെ ലേറ്റസ്റ്റ് പോസ്റ്റും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനലിന്റെ നെയിം എഴുതിയേക്കുന്ന പേര് എഴുതിയേക്കുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മേക്ക് ഫ്രീ മണി വിത്ത് 0 ഇൻവെസ്റ്റ്മെന്റ്. ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോ. മേക്ക് മണി ഓൺലൈൻ വിത്ത് മൊബൈൽ ഫോൺ. അപ്പോൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന ഭാഗത്തേക്ക് വരിക. പോലെ മേക്ക് മണി ഓൺലൈൻ വിത്ത് മൊബൈൽ ആൻഡ് 0 ഇൻവെസ്റ്റ്മെന്റ് എന്ന് കാണുന്ന ഭാഗത്ത് റീഡ് മോർ എന്ന് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും റെഫറൽ കോഡും വാട്സപ്പ് ചാനൽ ലിങ്കും കാണാൻ കഴിയും. ആദ്യം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ പ്ലേ സ്റ്റോറിൽ ഇത് ഓപ്പൺ ആകും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇൻസ്റ്റാൾ എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. അവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഓപ്പൺ എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തുക. ഇങ്ങനെ ഒരു സ്ക്രീനിലായിരിക്കും നിങ്ങൾ ചെന്നെത്തുക. ഇവിടെ സ്റ്റാർട്ട് ഏർണിംഗ് ബിറ്റ്കോയിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു വരും. ഇവിടെ നിങ്ങളൊരു യൂസർ നെയിം കൊടുക്കുക, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇനി ഇവിടെ ഒരു പാസ്വേഡ് കൊടുക്കുക. യൂസർ നെയിമും പാസ്വേഡും ഇമെയിൽ ID കൊടുത്തതിന് ശേഷം ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. താഴെ കാണുന്ന ബട്ടൺ പ്ലീസ് വെയിറ്റ് വൈൽ വി വെരിഫൈ യു ആർ എ റോബോട്ട് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഐ ആം നോട്ട് എ റോബോട്ട് എന്നവിടെ ഒരു സ്ക്വയർ ബോക്സ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ വെരിഫിക്കേഷൻ ചോദിക്കാനാണ് ചാൻസ്. ഇപ്പോൾ പറയുന്നത് മോട്ടോർ സൈക്കിൾ സെലക്ട് ചെയ്യാനായിട്ടാണ്. സെലക്ട് ഓൾ ഇമേജസ് വിത്ത് മോട്ടോർ സൈക്കിൾ. അപ്പോൾ ഇതിൽ മോട്ടോർ സൈക്കിൾ ഏതൊക്കെയാണെന്ന് നോക്കുക, അത് അങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ എന്നുള്ള ഈ താഴെ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷനിൽ നമുക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരു പിന്ന് വേണം. അപ്പോൾ പിൻ ക്രിയേറ്റ് ചെയ്യുക. ഒരു 4 അക്ക പിന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്ന് ആദ്യം ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം യുവർ പിൻ എന്നായിരിക്കും കാണുക. വീണ്ടും ആ പിന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് ഏർണിംഗ് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക മാത്രമാണ്. സ്റ്റാർട്ട് ഏർണിംഗ് ബിറ്റ്കോയിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും, ഗെറ്റ് ഫ്രീ ബിറ്റ്കോയിൻ ഡെയിലി ആസ് റിവാർഡ് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് us, റെഫർ ഫ്രണ്ട്സ് ടു earn more, പ്ലേ ഗെയിംസ് ആൻഡ് പ്ലേ ടാപ്പ് ടു വിൻ മോർ ബിറ്റ്കോയിൻ. ഏർണിംഗ് റിവാർഡ് വോണ്ട് ഡ്രെയിൻ യുവർ ഫോൺസ് ബാറ്ററി. നമ്മുടെ ഫോണിന്റെ ബാറ്ററി ഒന്നും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് ഓൺ ആക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ പോലും ഉപയോഗിക്കുന്നത്. ഇനി എൻറ്റർ റെഫറൽ കോഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു റെഫറൽ കോഡ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതാണ് റെഫറൽ 934111LHEC. ഇത് തെറ്റിക്കാതെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താലേ നിങ്ങൾക്ക് ബോണസ് കിട്ടുകയുള്ളൂ. അപ്പോൾ കോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 934111LHEC ഇത് തന്നെയാണോ എന്ന് ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യുക. 934111LHEC. ഓക്കെ, കറക്റ്റാണ്. തിരിച്ച് ആപ്ലിക്കേഷനിലേക്ക് വരിക. കണ്ടിന്യൂ എന്ന ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വരികയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ മേളിൽ കാണുന്ന ഈ ഒരു ക്രോസ് മാർക്ക് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. ഞാനിത് ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് ഏർണിംഗ് ബിറ്റ്കോയിൻ എന്ന ഈ മൈനർ ബട്ടൺ ഓൺ ആക്കുക. അപ്പോൾ ഇതേപോലെ കാണിക്കും, ഗെറ്റ് ഫ്രീ ബിറ്റ്കോയിൻ ഡെയിലി ആസ് റിവാർഡ്. നമ്മൾ നേരത്തെ കണ്ട സംഭവം തന്നെയാണ്. ഡിസ്മിസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ സതോഷി 1 per hour എന്ന് കാണുന്നത് റെഫറൽ കോഡ് കൊടുത്തത് കാരണം സതോഷി 4 per hour ആയി മാറും. ഇവിടെ സ്റ്റാർട്ട് ഏർണിംഗ് ബിറ്റ്കോയിൻ എന്ന് എഴുതിയിരിക്കുന്ന ബട്ടണിന്റെ പേരാണ് മൈനർ ബട്ടൺ. ഈ ബട്ടൺ കറക്റ്റ് സമയത്ത് നമ്മൾ ഓൺ ആക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ബിറ്റ്കോയിൻ കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇതേപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് വരിക. പ്രിപ്പയറിംഗ് ടു ഏൺ റിവാർഡ്സ് ഒരു പരസ്യം വരും. അതിന്റെ കൗണ്ട് ഡൗൺ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. phone whining for Joe. Like, huh?
പരസ്യം മുഴുവനായിട്ട് നമ്മൾ കണ്ടു തീർക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ മൈനർ ബട്ടൺ ഓൺ ആവുകയുള്ളൂ. ഇത് ക്ലോസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു ഇൻഡു മാർക്ക് വരും, കണ്ടോ? ഈ ഇൻഡു മാർക്കിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി എപ്പോഴാണ് ഈ മൈനർ ബട്ടൺ നമ്മൾ ഓൺ ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്ന ഒരു ടൈമർ വരും. 12 മണിക്കൂറിന് ശേഷം ഈ ബട്ടൺ ഓൺ ആക്കിയാൽ മതി എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൈനിങ് വഴി ബിറ്റ് കോയിൻസ് കളക്ട് ചെയ്യുന്നത്. ഈ ബട്ടണിന്റെ തൊട്ടടുത്തുള്ള പ്ലേ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഫ്രീ ഫോർ ഓൾ, അതിന് തൊട്ട് താഴെ ഫ്രീ എൻട്രി എന്ന് എഴുതിയിരിക്കുന്ന ടൂർണമെന്റുകളിൽ മാത്രം പങ്കെടുക്കുക. അപ്പൊ നമുക്കൊരു 3 ടൂർണമെന്റ് ഉണ്ട്, 1, 2, 3. അതിന് താഴെയുള്ളത് ലോ റോളർ ആണ്. അതിന് താഴെ എഴുതിയിട്ടുണ്ട് ആഷ് കളറിൽ 250 സതോഷി എൻട്രി ഫീസ് കൊടുക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രീ ടൂർണമെന്റിൽ മാത്രം പങ്കെടുക്കുക. ടൂർണമെന്റിൽ പങ്കെടുക്കുവാനായിട്ട് ഫ്രീ ഫോർ ഓൾ എന്ന ആ ഒരു ഭാഗത്ത് ഒന്ന് അമർത്തുക. എന്റർ ടൂർണമെന്റ് എന്നൊരു സ്ക്രീൻ ഇതുപോലെ കാണാൻ കഴിയും. എന്റർ ടൂർണമെന്റിൽ അമർത്തുക. ശേഷം പോർട്ട്ഫോളിയോ ബിൽഡർ എന്നൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക. അവിടെ പിക്ക് അറ്റ്ലീസ്റ്റ് 3 കോയിൻസ് ടു ബിൽഡ് യുവർ പോർട്ട്ഫോളിയോ എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്യുന്നത്, ഇതിനു മുമ്പ് ടൂർണമെന്റിൽ വിജയിച്ചവരുടെ പോർട്ട്ഫോളിയോ നമ്മൾ കോപ്പി ചെയ്യും. അതിനായി ഓൾ, ഡെഫി, മെറ്റാവേഴ്സ് എന്ന് പറയുന്ന കുറച്ച് ടാബ് കാണാം. അത് വലത്തുനിന്ന് ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ പാസ്റ്റ് വിന്നേഴ്സ് എന്നൊരു ടാബ് കാണാം. അതൊന്ന് സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ ഒരു വട്ടം കാണാൻ പറ്റും, തൊട്ട് താഴെയായിട്ട്. അവിടെ ഹാഷ് കളറിൽ റാങ്ക് 1 എന്ന് എഴുതിയിട്ടുണ്ടാകും. അത് മാത്രം ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം താഴെ നെക്സ്റ്റ് എന്നൊരു പച്ച കളറിൽ ബട്ടൺ കാണാൻ കഴിയും. ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സമയം കാണാം. റിവാർഡ് ഇൻ 12 സെക്കൻഡ് എന്ന് പറഞ്ഞൊരു ടൈമർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് 0 ആകുമ്പോൾ ഒരു ക്രോസ് മാർക്ക് അവിടെ വരും. ഇൻഡു മാർക്കിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഇതേപോലെ ട്രേഡ് എന്നൊരു പേജ് വരും. ഇങ്ങനെ പേജ് വന്നു കഴിഞ്ഞാൽ മൊബൈലിന്റെ ബാക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ശേഷം വീണ്ടും ഫ്രീ എൻട്രി എന്ന് കാണുന്നത് മാത്രം സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്നത് ഫേസ് ഓഫ് BTC/ETH. ഇങ്ങനെ 2 കോയിൻസ് മാത്രം ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഫേസ് ഓഫ് BTC/ETH. എൻ്റർ ടൂർണമെന്റ് എന്ന പേജ് വന്നു. അപ്പോൾ നമ്മൾ എൻ്റർ ടൂർണമെന്റ് അതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വില കുറഞ്ഞ കോയിൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ $68,750 ബിറ്റ് കോയിന്റെ വില. എതേറിയത്തിന്റെ വില 3744 അപ്പോൾ ഞാൻ എതേറിയം ആണ് സെലക്ട് ചെയ്യുന്നത്, വില കുറവായതുകൊണ്ട്. താഴെ നെക്സ്റ്റ് എന്ന ബട്ടൺ കാണാം, അതിലൊന്ന് അമർത്തുക. പരസ്യം ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു പേജ് കാണാം, ട്രേഡ് എതേറിയം. മുകളിൽ കാണുന്ന ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് കാണാം ഒരെണ്ണം കൂടിയുണ്ട്, ഫ്രീ ഫോർ ഓൾ. താഴെ ഹാഷ് കളറിൽ ഫ്രീ എൻട്രി എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടത്. വീണ്ടും സെലക്ട് ചെയ്യുക. എൻ്റർ ടൂർണമെന്റ് എന്ന പേജ് കാണാൻ കഴിയും. അവിടെ എൻ്റർ ടൂർണമെന്റിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഓൾ, ഡെഫി, മെറ്റാവേഴ്സ് എന്ന് കാണാം. ഇടത്തുനിന്ന് വലത്തോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പാസ്റ്റ് വിന്നേഴ്സ് എന്ന് കാണാം. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ബ്ലാക്ക് കളർ ആകും. താഴെ റാങ്ക് 1 എന്ന് പറഞ്ഞ് കാണാൻ കഴിയും, ഏറ്റവും ആദ്യം തന്നെ ഉള്ളത്. ആ ഒരു വട്ടത്തിൽ അമർത്തുക. ശേഷം നെക്സ്റ്റ് അമർത്തുക. പരസ്യം അവസാനിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഈ ഇൻഡു മാർക്കിൽ പ്രസ് ചെയ്യണം. ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഫ്രീ എൻട്രി എല്ലാം തീർന്നു എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവരുടെയും കൂട്ടുകാരുടെയും ഫോണിലെല്ലാം നമ്മുടെ ഇൻവൈറ്റ് ലിങ്ക് വഴി ഈ ആപ്ലിക്കേഷൻ അവരുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുക. ഈ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ട് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇൻവൈറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും വരിക. ഈ സ്ക്രീനിൽ നിങ്ങൾ വാട്സപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആർക്കാണോ അയക്കേണ്ടത് ആ വ്യക്തിക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ റെഫറൽ കോഡ് എന്നൊരു ഭാഗം കാണാം.
അവിടെ ആ ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ വന്നിരിക്കുന്ന ഭാഗം മാത്രം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ശേഷം താഴെ ഈ റെഫറൽ കോഡ് മാത്രമായിട്ടൊന്ന് അയച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഏത് ഫോണിലാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഫോണിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ആകും. നിങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ചാനലിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത്, നമുക്ക് ഒറ്റയ്ക്ക് മൈൻ ചെയ്യുകയാണെങ്കിൽ സതോഷീസ് 1 per hour എന്നേ കാണുകയുള്ളൂ. സ്റ്റാർട്ട് ഏർണിംഗ് ബിറ്റ്കോയിൻ എന്ന ബട്ടൺ ഞാൻ അമർത്തുമ്പോൾ ഈ സതോഷീസ് പെർ ഹവർ എന്നുള്ളത് 4 സതോഷി പെർ ഹവർ ആയി മാറും. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്റെ ഫോണിൽ ഇപ്പോൾ കാണുന്നത് 10 സതോഷി പെർ ഹവർ എന്നാണ്. ഇതിലും മാറ്റം വരും. അതായത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഏത് മൊബൈൽ വെച്ചിട്ടാണോ ആ മൊബൈലില് നമ്മൾ ഓരോ ഫോണിലും എംബർ ഓൺ ചെയ്യുമ്പോൾ 1 സതോഷി എന്നുള്ളത് 4ഉം 8ഉം 10ഉം 12ഉം 15ഉം 20ഉം 50ഉം 100 എല്ലാമായി മാറും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് ഇന്ത്യൻ മണി ആക്കിയിട്ട് പിൻവലിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാനിത് ഓൺ ആക്കിയാണ്. സ്റ്റാർട്ട് ഏർണിംഗ് ബട്ടൺ ഓൺ ചെയ്തു. തുടർന്നൊരു പരസ്യം വരും, ഞാനത് ക്ലോസ് ചെയ്യും. അടുത്ത മൊബൈലിൽ ഓൺ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഈ പരസ്യം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ മൈനർ ബട്ടൺ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ടൈമർ വരും. ഇപ്പോൾ ആ ടൈമർ വന്ന ശേഷം ഞാൻ എൻ്റെ ഇൻവൈറ്റ് ചെയ്ത മൊബൈലിൽ കാണിച്ചു തരാം. നോക്കിയോ, ഇപ്പോൾ 10 സതോഷി എന്നുള്ളത് 13 സതോഷി പെർ ഹവർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത മൊബൈലിൽ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെയും മൈനർ ബട്ടൺ ഓൺ ആയിട്ടുണ്ട്. അടുത്ത മൊബൈലിലും ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, മൈനർ ബട്ടൺ ഓൺ ആയി. പരസ്യങ്ങളൊന്നും വന്നില്ല. ഓക്കെ, 19 സതോഷി പെർ ഹവർ എന്നായിട്ടുണ്ട്. അടുത്ത മൊബൈലിലും ഞാൻ ഓൺ ചെയ്യാൻ പോവുകയാണ്. 19 എന്നുള്ളത് 22 ആകും. 1 മണിക്കൂറിൽ 22 കോയിൻസ്, 22 സതോഷി. ബിറ്റ് കോയിന്റെ ഒരു സ്മോൾ യൂണിറ്റ് ആണ് സതോഷി. 1, 2, 3, 4, 5. പിന്നെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഫോണുണ്ട്. ഇതെല്ലാം എൻ്റെ വീട്ടിലെ മൊബൈൽ തന്നെയാണ്. എൻ്റെ ഫാദറിന്റെയും മദറിന്റെയും ബ്രദറിന്റെയും ഗ്രാൻഡ് ഒക്കെ ഫോണിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഒരു മാസത്തില് 1655 രൂപ ഫ്രീ ആയിട്ട് സമ്പാദിച്ചത്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ലെങ്തി ആയിട്ടും ഇത്ര സ്ലോ ആയിട്ടും പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാകണം. ഞാനിതൊന്ന് ക്ലോസ് ചെയ്യാനാണ്. ഓക്കെ, ക്ലോസ് ചെയ്തു. മൈനർ ബട്ടൺ ഓൺ ആയി. ഓക്കെ, അപ്പൊ ഞാനിനി ഈ ആപ്ലിക്കേഷനിൽ കാണിച്ചു തരാം. 19 എന്നുള്ളത് 22 സതോഷി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എംബർ ആപ്ലിക്കേഷനിൽ പൈസ സമ്പാദിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറക്കാതെ ദിവസവും നിങ്ങളുടെ ഫോണിലും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തവരുടെ ഫോണിലും മൈനർ ഓൺ ആണെന്നും എല്ലാ ടൂർണമെന്റ്സിലും ഫ്രീ ആയിട്ടുള്ള ടൂർണമെന്റുകളിലും ഡെയിലി ഫ്രീ പ്രഡിക്ഷൻസിലും അവരെല്ലാവരും പങ്കെടുക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. അപ്പോൾ താങ്ക് യു. ഈ കാണുന്നതാണ് നമ്മുടെ വാട്സപ്പ് ചാനൽ. അപ്പോൾ ഇതിൽ ഞാൻ ഡെയിലി റിമൈൻഡേഴ്സ് ഇടുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനലിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയിട്ട് വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കാണും. അതിൽ പ്രസ് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. ഈ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൺ ആണോ അല്ലേ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ വാട്സപ്പ് ചാനലിലെ അപ്ഡേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ടേൺ ഓൺ എംബർ ഫണ്ട്, പാർട്ടിസിപ്പേറ്റ് ഇൻ ഡെയിലി ടൂർണമെന്റ് ടു പേ ഔട്ട് ഫാസ്റ്റ്, ഇൻവൈറ്റ് അറ്റ്ലീസ്റ്റ് 5 ഫ്രണ്ട്സ് ടു ഏൺ മോർ എന്ന് ഞാൻ ദിവസവും സമയം അനുസരിച്ച് ആരൊക്കെയാണോ ഇനാക്റ്റീവ് എന്ന് കാണുമ്പോൾ തന്നെ ഞാൻ ഈ പോസ്റ്റ് ഇടാറുണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ മൈനർ ഓൺ ആണോ ഓഫ് ആണോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് മൈനർ ഓഫ് ആണെങ്കിൽ അത് ഓൺ ആക്കാവുന്നതും, പിന്നെ ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രീ ടൂർണമെന്റ്സിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്.
നിങ്ങളുടെ റെഫറൽ ലിങ്ക് വഴി നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും നമ്മുടെ ചാനലിലെ അംഗമാക്കുക. സോ അവർക്കും നല്ലൊരു ഏർണിങ്സ് ലഭിക്കും. കാരണം എല്ലാവരും ഇത് മറന്നു പോകും ഓണാക്കാനായിട്ട്. അപ്പോൾ അത് മറക്കാതിരിക്കാനാണ് നമ്മൾ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് റിമൈൻഡേഴ്സ് ഡെയിലി ഇടുന്നത്. ഓക്കെ.